Dear students, good morning. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ചില ഹോംവർക്കുകൾ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻസിലൂടെ പാസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ പോയിന്റ് ആക്ച്വലി. അത് നമുക്ക് അതിന് ശേഷം അതിലേക്ക് നീങ്ങാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എ ട്രെയിൻ 100 മീറ്റർ ഇൻ ലെങ്ത് ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി 60 km/h. In what time it does cross 1 kilometer long bridge? 1 kilometer long bridge പാസ് ചെയ്യാൻ അത് എത്ര ടൈം എടുക്കുമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് സപ്പോസ് ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെയൊക്കെ റിവർ ഓർ സംതിങ് ആണ്. എന്നിട്ട് 1 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. അത് 1 കിലോമീറ്റർ. നമ്മുടെ ട്രെയിൻ 100 മീറ്റർ ലോങ് ട്രെയിനാണ്. 100 മീറ്റർ. ഓക്കെ, ട്രെയിനിന് നിങ്ങൾക്കറിയാം ഫ്രണ്ടിൽ ഡ്രൈവർ ഉണ്ടാവും, ബാക്കിൽ ഗാർഡ് ഉണ്ടാവും. ഇപ്പോൾ ട്രെയിന് ജസ്റ്റ് ഡ്രൈവർ ബ്രിഡ്ജ് ടച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഡ്രൈവർ ബ്രിഡ്ജ് ജസ്റ്റ് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. ദിസ് ഈസ് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ ലോങ് ബ്രിഡ്ജാണ്. ഓക്കെ, ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് 100 മീറ്റർ. ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ ആകെ എത്ര ടൈം എടുക്കുന്നല്ലേ ചോദ്യം. എന്ന് വെച്ചാൽ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവർ ശരിക്കും ശ്രദ്ധിക്കൂട്ടോ. ഡ്രൈവർ നോക്കൂ, ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. ഇതാണ് ട്രെയിനിൻ്റെ പൊസിഷൻ വിചാരിക്കാം. ഇതാണ് ട്രെയിനിൻ്റെ പൊസിഷൻ. അപ്പോൾ ഡ്രൈവർ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ അവസ്ഥയിൽ ബ്രിഡ്ജ് പാസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ വന്നാൽ പോരാ അല്ലേ? കാരണം ട്രെയിൻ ഇപ്പോഴും ഗാർഡൊക്കെ ബ്രിഡ്ജുമ്പോൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെ വരണം? ഇതായിരിക്കണം ട്രെയിനിൻ്റെ ഫൈനൽ പൊസിഷൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴേ നമുക്ക് പാസ് ചെയ്തെന്ന് പറഞ്ഞിട്ടോ. ഡ്രൈവർ ഇവിടെ, ഗാർഡ് ഇവിടെ. മനസ്സിലായോ? ആ നിലക്ക് സംസാരിക്കുമ്പോൾ ഡ്രൈവർ നോക്കൂ, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടതുണ്ട് നോക്കൂ. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ ട്രാവൽ ചെയ്യണ്ടേ? കണ്ടോ, ഇത്ര ഡിസ്റ്റൻസ് അല്ലേ? ഇവിടെയുള്ള ഡ്രൈവർ ഇവിടെ എത്തണം. എന്ന് വെച്ചാൽ ഇതുവരെ 1 കിലോമീറ്റർ, പിന്നെ അങ്ങോട്ട് 100 മീറ്റർ. 100 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയും 0.1 കിലോമീറ്റർ ആണ്. ദെർഫോർ ദിസ് ഈസ് 1.1 കിലോമീറ്റർ എന്നാണ് നിങ്ങൾക്കത് കിട്ടുക. ഇനി നമുക്ക് പ്രശ്നമില്ല. നോക്കൂ, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇവിടെ നമുക്ക് ടൈമാണ് വേണ്ടത്. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര? 1.1 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ സ്പീഡ് 60 km/h കേട്ടോ. 60 km/h. ശ്രദ്ധിക്കണം. അപ്പോൾ കിലോമീറ്റർ ക്യാൻസൽ ചെയ്യില്ലേ? കിലോമീറ്ററും ക്യാൻസൽ ചെയ്യുമല്ലോ. അപ്പോൾ അവർ ഇവിടെ പോവും, അവർ മുകളിലേക്ക് പോവും. ശരിയല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് അത്രയും അവർന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.1 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 1 അവർ എന്ന് പറഞ്ഞാൽ എത്ര? 60 മിനിറ്റാണ്. 60 മിനിറ്റ്സ്. അപ്പോൾ ആ 60 ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ 1.1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? ഇൻറ്റു 60 സെക്കൻഡ് ഇൻറ്റു 60 സെക്കൻഡ്സ് ആണല്ലോ. ഓക്കെ, നോക്കി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടാം അല്ലേ? 11 ഇൻറ്റു 6 എത്ര? 6.6. 11 ഇൻറ്റു 6 ആണല്ലോ അത്. കാരണം ഈ 10ന് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ 1.1 ഇൻറ്റു 10 എത്രയായി? 11. പിന്നെ ഇവിടെ 6. 11 ഇൻറ്റു 6 66 സെക്കൻഡ്സ് ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. എ കാർ ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സേ OP. ദിസ് ഈസ് O അല്ലേ? O ഇവിടെ ഉണ്ട്. O ദെൻ Oയിൽ നിന്ന് Pയിലേക്ക്. യെസ്, OP. ഇറ്റ് മൂവ്സ് ഫ്രം O to P ഇൻ 18 സെക്കൻഡ്. O to P 18 സെക്കൻഡ്. ആൻഡ് റിട്ടേൺസ് ഫ്രം P to Q. Pയിൽ നിന്ന് Qയിലേക്ക് 6 സെക്കൻഡ്സ്. വാട്ട് ആർ ദ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ ഇൻ ഗോയിങ് ഫ്രം O to P ആൻഡ് ഫ്രം O to Q ആൻഡ് ബാക്ക്? ഐ എം സോറി, ഈ ക്വസ്റ്റ്യൻ ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ആ ടോപ്പിക്ക് നമ്മൾ എടുക്കാൻ പോകുന്നുള്ളൂ. അതിനുശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്യാൻ എ ബോഡി ഹാവ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ബട്ട് വാരിയിങ് വെലോസിറ്റി? നോക്കൂ, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. വാരിയിങ് സ്പീഡ് അല്ല, കോൺസ്റ്റൻറ്റ് സ്പീഡ്, വാരിയിങ് വെലോസിറ്റി.
നമ്മൾ ഈ യൂണിഫോം വെലോസിറ്റിക്ക് നമ്മൾ അവസാനം പറഞ്ഞ ഒരു ഡെഫിനിഷൻ ഉണ്ട്. യൂണിഫോം വെലോസിറ്റി എന്തായിരുന്നു? യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോം സ്പീഡ് ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. യൂണിഫോം സ്പീഡ് ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. ഇതായിരുന്നല്ലോ നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ആവണ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് യൂണിഫോം സ്പീഡും ആവണം, പിന്നെ കോൺസ്റ്റൻറ്റ് ഡിറക്ഷൻ ആണ്. ഇവിടെ പറഞ്ഞത് കോൺസ്റ്റൻറ്റ് സ്പീഡാണ് എന്ന് വെച്ചാൽ ഇത് ഓക്കെയാണ്, ഇത് ഓക്കെ ആണ്. അതുകൊണ്ട് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവണമെന്നുണ്ടോ? ഇല്ല. ഇത് ഓക്കെ ആണെങ്കിലും അതിൻ്റെ കൂടെ ഡിറക്ഷനും കൂടി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഒരു ബോഡിക്ക് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ വെലോസിറ്റി വേരിയബിൾ ആണ്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമോ? ദ ആൻസർ ഈസ് ഡെഫിനറ്റ്ലി യെസ്. എങ്ങനെ? ബൈ ചേഞ്ചിങ് ഡിറക്ഷൻ. ബൈ ചേഞ്ചിങ് ഡിറക്ഷൻ അത്ര കൊടുത്താൽ മതി. പക്ഷെ ഒരു എക്സാമ്പിൾ കൂടി കൊടുത്താൽ ഉഷാറായി. എന്താ അറിയാം? എ ബോഡി ട്രാവലിംഗ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. നമുക്ക് സർക്കുലർ പാത്തിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ, ഇത് സർക്കുലർ പാത്ത്. സപ്പോസ് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ബോഡി ഒരേ സ്പീഡിലാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്താ അതിൻ്റെ ഡിറക്ഷൻ? ഇവിടുത്തെ ടാൻജൻറ്റാണ്. ഇവിടെ എത്തുമ്പോഴോ ഇവിടുത്തെ ടാൻജൻറ്റ്, ഇവിടെ എത്തുമ്പോഴോ ഇവിടുത്തെ ടാൻജൻറ്റ്. അപ്പോൾ ഓരോ സമയത്തും വെലോസിറ്റിയുടെ ഡിറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ സ്പീഡ് എന്താണ്? സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ്. അടുത്ത പോയിന്റ്, ക്യാൻ എ ബോഡി ഹാവ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ബട്ട് വാരിയിങ് സ്പീഡ്? പോസിബിൾ അല്ല. കാരണം കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അല്ലേ, യൂണിഫോം വെലോസിറ്റി അല്ലേ, യൂണിഫോം മോഷൻ അല്ലേ, മൂന്ന് പേരും പറയാം. ഇതിൻ്റെ ഡെഫിനിഷൻ തന്നെ എന്താ? കോൺസ്റ്റൻറ്റ് സ്പീഡ് ഇൻ എ പെർട്ടിക്കുലർ ഡിറക്ഷൻ. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പിന്നെ സ്പീഡ് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമാണ്. ദെർഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. Now last question, what is the numerical ratio of velocity to speed of an object? Velocity the numerical ratio of magnitude divided by speed ന് ഓൾറെഡി എന്തേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ. ഇതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് സ്പീഡ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എഴുതി. ഓക്കെ, ടൈം ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് മോഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡിസ്റ്റൻസ് എന്നാണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ? കാരണം നിങ്ങളെന്താ പഠിച്ചത്? മോഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ആൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇയാളെ ഇങ്ങപ്പുറത്ത് വന്നാൽ എന്താ സംഭവിക്കാം? മോഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതെപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? മോഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡിസ്റ്റൻസ് വന്നാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദെർഫോർ വെലോസിറ്റി ബൈ സ്പീഡ് എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. വാട്ട് ഈസ് ദ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് വെലോസിറ്റി ടു സ്പീഡ് എന്നല്ലേ ചോദ്യം. അപ്പോൾ ദ ഫൈനൽ ആൻസർ വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഇതെന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. എങ്ങനെയെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്ന് ആവറേജ് സ്പീഡാണ്. നമുക്ക് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇതിനെ നമ്മൾ ആവറേജ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. ആകെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ്. സിമ്പിളാണ് അല്ലേ? വളരെ സിമ്പിളാണ് ആവറേജ് സ്പീഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ക്ലിയർ? ആവറേജ് വെലോസിറ്റിയോ നോക്ക്. ആവറേജ് വെലോസിറ്റി ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ദാറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ദാറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി. ഓക്കെ, ഇത്രയും മാത്രമേ എനിക്കിവിടെ സംസാരിക്കാനുള്ളൂ. ബാക്കി ഇതിനെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ സെഷന് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ തരാൻ പോവാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 ക്വസ്റ്റ്യൻ പോയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. an object
covers അല്ലെങ്കിൽ an object travels from A to B along a straight road with speed v1 during the first half distance and with a speed v2 during the second half distance. Calculate the average speed. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതാ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ കേട്ടോ. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ തന്നണോ, ഡിസ്റ്റൻസ് തന്നണോ, ഇവിടെ ടൈം തന്നണോ ഇല്ല. അവർക്ക് നിങ്ങൾ നോക്കി അറ്റംപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായല്ലോ. ഓക്കെ, ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത ഇതിന് ന്യൂമറിക്കൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അത് ചെയ്തതിന് ശേഷം ഈ 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് ഇനി എനിക്ക് നിങ്ങളോട് ബാക്കി സംസാരിക്കാനുള്ളത്. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ തന്നെ. അടുത്ത് നോക്കൂ, ഞാൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ എടുക്കുകയാണ്. എന്നിട്ട് ചെറിയ ഡിഫറൻസ് ഉള്ളൂ കാണിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് കേട്ടോ ഇനി പറയുന്നത്. ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഫസ്റ്റ് v1 ഡ്യൂറിങ് ദ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് എന്നുള്ളടത്ത് ഞാൻ മാറ്റി ഫസ്റ്റ് ഹാഫ് ടൈം ആക്കി കേട്ടോ. ഫസ്റ്റ് ഹാഫ് ടൈം ക്വസ്റ്റ്യൻ ആയിട്ടോട് മാറരുത്. ഫസ്റ്റ് ഹാഫ് ടൈം ആൻഡ് വിത്ത് എ സ്പീഡ് v2 ഡ്യൂറിങ് ദ സെക്കൻഡ് ഹാഫ് ടൈം. കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ബാക്കി ന്യൂമറിക്കൽസ് ഒക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. വളരെ കെയർഫുള്ളായിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. മനസ്സിലായോ? ഞാൻ ഈ തന്ന ഒരൊറ്റ ഇക്വേഷൻ തന്നിട്ടുള്ളൂ അല്ലേ. ആദ്യം നമ്മൾ ഒരൊറ്റ ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലേ, ഒരു ഡെഫിനിഷനാണ്. ആവറേജ് സ്പീഡ് എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ആവറേജ് വെലോസിറ്റി ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. മതി. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളുണ്ട്. അത് ചെയ്തതിന് ശേഷം നമ്മളൊരു ക്വസ്റ്റ്യൻ ഇവിടെ വിട്ടിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ഈ 3 ക്വസ്റ്റ്യനും നിങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്യാം. അത് പഠിച്ചതിന് ശേഷം സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.